മാതൃകയായി ആതുര സേവനം നടത്തേണ്ടവർ തന്നെ സമൂഹത്തിനെതിരായി ആയുധമെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? റാഗിങ്ങിനെ ചൊല്ലിയുള്ള പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. റാഗിങ് എന്ന പേരിൽ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപാഠികളോട് തന്നെ കാട്ടിക്കൂട്ടുന്നത്. റാഗിങ്ങിന് ഇരയായി മാനസിക രോഗം വന്ന് അതുപോലെ തന്നെ സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്ന എത്രയോ കുരുന്നുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏറെ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ ദൂരദേശങ്ങളിലേക്ക് അയക്കുന്നത്. പഠിച്ചു മിടുക്കരായി ജോലി വാങ്ങി തങ്ങൾക്കൊരു തണലായി മാറും എന്നുള്ള മനോഭാവത്തിലാണ് പല മാതാപിതാക്കളും ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ യുവതലമുറ ലഹരിക്കും മറ്റു മോശം കൂട്ടുകെട്ടുകൾക്കും അടിമകളായി സ്വന്തം ജീവിതത്തെ തന്നെ താൻ അറിയാതെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ പോരെ, എന്തിനു മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നു? റാഗിങ്ങുമായി സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കോട്ടയം ജില്ലാ സെഷൻ കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായവും മുൻ കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള കാരണത്താലുമാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത്. 6ഓളം വരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെയാണ് റാഗിങ്ങിന് ഇവർ ഇരയാക്കിയിട്ടുള്ളത്. കട്ടിലിൽ കിടത്തി പുറത്ത് ലോഷൻ ഒഴിച്ച് ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. എന്നിട്ടും തീർന്നില്ല അവരുടെ കൊലവിളി. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അസഹനീയമായ നിലവിളിയിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഈ സീനിയർ ചേട്ടന്മാർ ചെയ്തതത്രേ. എന്നിട്ട് പറയുന്നത് റാഗിംഗ് ആണത്രേ. സത്യത്തിൽ റാഗിംഗ് എന്നല്ല ഇതിനെ പറയേണ്ടത്, ക്രിമിനൽ മൈൻഡുള്ള കുറ്റവാളികൾ എന്ന് തന്നെ ഇവരെ വിശേഷിപ്പിക്കണം. പക്ഷേ സ്വന്തം കുഴി താൻ തന്നെ കുഴിച്ചു എന്ന രീതിയിലായി പോയി പിന്നീടുള്ള പ്രത്യാഘാതം. റാഗിംഗ് ചെയ്ത വീഡിയോ ബുദ്ധിമാന്മാരായി ചേട്ടന്മാർ തന്നെ ഫോണിൽ പകർത്തുകയുണ്ടായി. എന്തിനാ? അത് കണ്ട് ആസ്വദിക്കാനാണത്രേ. 2024 നവംബർ മാസം മുതൽ തന്നെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇവർ ഇരയാക്കി തുടങ്ങിയിട്ടുണ്ട്. റാഗിംഗ് വിവരം പുറത്തു പറയാതിരിക്കാൻ ഭീഷണികൾ ഉയർത്തിയിട്ടുണ്ട്. പ്രതികളുടെ കൈവശം മാരകമായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ലഹരിക്കടിമയായവർ അത് വാങ്ങിക്കുവാൻ പൈസ കണ്ടെത്തിയത് ഈ പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് തന്നെയായിരുന്നു. ഇത്തരം കുറ്റകൃത്യത്തെ കുറിച്ച് യാതൊരു വിവരവും കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ നടത്തിപ്പുകാർക്കോ ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ 40 സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. ഇരകളായ കുട്ടികളുടെ മാതാപിതാക്കൾ കോളേജ് അധികൃതർക്ക് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും. തുടർന്ന് കോളേജിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇവരൊരു പാഠമായിരിക്കട്ടെ. എല്ലായ്പ്പോഴും ജാമ്യം കിട്ടണമെന്നില്ല. റാഗിംഗ് ചെയ്യാൻ പുറപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികളും ഓർക്കണം, നമ്മൾ നമ്മുടെ ജീവിതം തന്നെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്.